ഡിപ്പെൻഡിങ് ഓൺ ദ മാഗ്നറ്റൈസേഷൻ, അതായത് ക്യാപിറ്റൽ എം, when we apply an external magnetic field എന്നെല്ലാം ഓർത്ത് വന്നേ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എച്ച് കൊടുത്തു കഴിയുമ്പം ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ക്യാപിറ്റൽ എച്ച് കൊടുത്തു കഴിയുമ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ മെറ്റീരിയലിന് എന്ത് പറ്റും, മെറ്റീരിയലിനകത്തെ ഡൈപോളുകൾ കൃത്യമായിട്ട് അലൈൻ ചെയ്യും. അങ്ങനെ പൂർണ്ണമായും ഡൈപോളുകൾ അലൈൻ ചെയ്യുന്ന മെറ്റീരിയലാണ് ferromagnetic material. So first one, ferromagnetic material, and consider this is a ferromagnetic material. നമുക്ക് മൂന്നിൻ്റെ ഓരോന്നിൻ്റെയും താഴെ അതിൻ്റെതായ ഹെഡിങ്ങുകൾ ഡിസ്കസ് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് മൂന്നും എഴുതാൻ വേണ്ടി വരച്ചാ കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ഫോർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, സെക്കൻഡ് വൺ ഈസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. നിങ്ങൾ ഈ കമ്പാരിസൺ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിനകത്ത് സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു മെറ്റീരിയൽ തരും എക്സാമ്പിൾ, എന്നിട്ട് അത് ഏതാണ്, അതിൻ്റെ സസെപ്റ്റബിലിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പിന്നെ മാഗ്നറ്റൈസേഷനെ ബേസ് ചെയ്ത് അത് ഫുൾ എസ്സേ ആയിട്ടാണ് 4 മാർക്കിനാണ് CBSEക്ക് ചോദിക്കുന്നത്. മെറ്റീരിയൽസിൻ്റെയും ആ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനും ഹിസ്റ്ററിസിസ് ലൂപ്പും ഒരുമിച്ച് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എച്ച് അപ്ലൈ ചെയ്തു, 3 എണ്ണത്തിലും അപ്ലൈ ചെയ്തു. ഇതാണ് പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ വേണ്ടിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇതിൽ എല്ലാ ഡൈപോളുകളും കൃത്യമായിട്ട്, ഫെറോമാഗ്നറ്റിൽ എല്ലാ ഡൈപോളുകളും കൃത്യമായിട്ട് അലൈൻ ചെയ്യും. 4 എണ്ണം വരച്ചാൽ മതി. ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാരണം ഇത് നോർത്തും സൗത്തും ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഫീൽഡ് വരയ്ക്കുന്നില്ലെങ്കിൽ ചുമ്മാ നേരെ കിടക്കുന്ന പോലെ അങ്ങ് വരച്ചാൽ മതി. ഞാൻ നോർത്ത് സൗത്ത് വരച്ച കാരണം ഒരു ഡൈപോൾ ഉണ്ടെങ്കിൽ ഡൈപോളിൻ്റെ സൗത്ത് ഭാഗം നോർത്തിൻ്റെ അങ്ങോട്ട് വരും. സോ ഇങ്ങനെ കൃത്യമായിട്ട് അലൈൻ ചെയ്യും. ദാറ്റ് ഈസ് ആക്ച്വലി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പം അതിൻ്റെ ബി എന്ന് പറയുന്നത് നമുക്കറിയാം, ബി എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു എച്ച് ആണ്. ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്, എം ഈക്വൽ ടു സസെപ്റ്റബിലിറ്റി കൈ ഇൻറ്റു എച്ച്. അപ്പം ബിയും കൂടും എമ്മും കൂടും, എച്ച് കൂടിക്കഴിഞ്ഞാൽ, ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ ഇതിനകത്തൊരു ഫീൽഡ് കൊടുക്കുമ്പോൾ എല്ലാ ഡൈപോളും അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ മ്യൂ വാല്യൂവും കൈ വാല്യൂവും പോസിറ്റീവാണ്. അതാണ് ആദ്യം അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുന്ന പോയിന്റ്. ഫസ്റ്റ് പോയിന്റ്, കൈ ഈസ് പോസിറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് എ ഹൈ വാല്യൂ. സെക്കൻഡ് പോയിന്റ്, പെർമിയബിലിറ്റി മ്യൂ ഈസ് ഓൾസോ എ റിലേറ്റീവ്ലി വെരി ഹൈ വാല്യൂ. മൂന്നാമത് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാന്ന് കഴിഞ്ഞാൽ അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് മെറ്റീരിയൽ ഒരു 5-6 തന്നെ ഇതിനകത്ത് വ്യത്യസ്തമുള്ളത് ആര്, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഇങ്ങനെ ഫെറോ, ഡയ, പാര. അപ്പം ഞാൻ എഴുതി തന്ന എക്സാമ്പിളുകൾ മിനിമം കൃത്യം ഓർത്തിരുന്നേക്കണം. ഇനി ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞാണ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പോലെ വെക്കുകയാണെങ്കിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ലൈൻ ഓഫ് ഫോഴ്സ് ഹാവ് ഹൈ കോൺസെൻട്രേഷൻ ഇൻ ദ മെറ്റീരിയൽ. ലൈൻ ഓഫ് ഫോഴ്സ് ഹാവ് ഹൈ കോൺസെൻട്രേഷൻ within the material. Then fifth point, ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ the ferromagnetic material move from weak to strong magnetic field. അതായത് ഒരു
എന്നാ പറഞ്ഞാൽ എവിടെയെങ്കിലും കെട്ടിയല്ല ചുമ്മാ ഇട്ടിരിക്കാണ് ഒരു മെറ്റീരിയലിനെ ഒരു ചെറിയ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് ഒരറ്റത്ത് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും അപ്പുറ സ്ഥലത്ത് ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മൂവ് ഫ്രം എ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ടു എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്താണ് നമ്മൾ അന്ന് പറഞ്ഞത് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫെറോമാഗ്നറ്റിസം ഒരു ടെമ്പറേച്ചറിന് ശേഷം നഷ്ടമാകും, അത് പാരാമാഗ്നറ്റിക്കായി മാറും. ആ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂരി ടെമ്പറേച്ചർ, TC. ക്യൂരി ടെമ്പറേച്ചർ greater than TC, it is പാരാമാഗ്നറ്റിക്. അപ്പം ഒരുപാട് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോകും. അത് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. വാട്ട് ഈസ് മീൻ ബൈ ക്യൂരി ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഹൗ ക്യാൻ ബി കൺവേർട്ട്, എങ്ങനെ ഒരു ഫെറോമാഗ്നറ്റിനെ പാരാമാഗ്നറ്റ് ആക്കി മാറ്റാം. ദാറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടെമ്പറേച്ചർ ആൻഡ് ദാറ്റ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്യൂരി ടെമ്പറേച്ചർ. Below to that temperature it is ferro, above to that temperature it is paramagnetic. Paramagnetic. Then the last and final 7th point. When ferromagnetic material suspended in the magnetic field, it come to rest in the direction of the field. അതായത് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അതാണ് അതിന്റെ കൃത്യാർത്ഥം. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യും. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സസ്പെൻഡഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. എനിക്ക് തോന്നുന്നു ഇവിടം വരെയാണ് എടുത്തിരുന്നത്. ഇതിൻ്റെ നോട്ടുകൾ നിങ്ങൾ എനിക്ക് എഴുതി അയച്ചായിരുന്നു. ഇപ്പോൾ കമ്പയർ ചെയ്താൽ ഇത് പഠിക്കാൻ എളുപ്പമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇനി പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൈപോളുകൾ അലൈൻ ചെയ്യും, പക്ഷെ എല്ലാം കൃത്യമായിട്ടല്ല. ഇപ്പം ഇവൻ കറക്റ്റായിട്ട് അലൈൻ ചെയ്യും, ഇതുപോലെ തന്നെ. ഓരോന്നും ഒരു ഇച്ചിരി ചെരിവുണ്ട്, ഇതാ ഇങ്ങനെ വന്നു. എന്നാൽ അലൈൻ ചെയ്തു എന്ന് ചോദിച്ചാൽ അലൈൻ ചെയ്തു, ആ ഒരു രീതിയിൽ. ഫീബ്ലി മാഗ്നറ്റൈസ്ഡ്, അതാണ് അതിൻ്റെ പേര്, ഫീബ്ലി. ഇത് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ്. ഇത് കുറച്ച് ഫീബ്ലി മാഗ്നറ്റൈസ്ഡ്. ഇത് ഓപ്പോസിറ്റ്, തലതിരിഞ്ഞാണ്. എങ്ങനെ അലൈൻ ചെയ്യണോ അതിന് വിപരീതമായിട്ടാണ് അപ്പം ഇതിങ്ങനെയാണ് ഫീൽഡും ഡയറക്ഷനും ഇങ്ങനെ അലൈൻ ചെയ്യണമെങ്കിൽ ഇതിലെങ്ങനെയായിരിക്കും, അങ്ങോട്ട് അലൈൻ ചെയ്യും. അപ്പോൾ ആക്ച്വലി ദിസ് ഈസ് എ ഡിഫറൻസ്. ഇനി ഇപ്പം നോക്കിയാൽ ഇത് കുറച്ചേ മാഗ്നറ്റൈസേഷൻ നടക്കുകയുള്ളൂ അല്ലേ, മുഴുവനായിട്ടും അലൈൻ ചെയ്തില്ല. മുഴുവനായിട്ട് അലൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം കൈ പോസിറ്റീവ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് എ സ്മോൾ വാല്യൂ. പിന്നെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. വെരി ഹൈ അല്ല, ഹൈ വാല്യൂ ആയിരിക്കും. എക്സാമ്പിളുകൾ അഗെയിൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തന്നിട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം, ക്രോമിയം, ഓക്സിജൻ, കാൽസ്യം. മെയിൻലി ഇത്രയും ഓർക്കണം, അലുമിനിയം, ക്രോമിയം. ഇത് എളുപ്പമാണ് പഠിക്കാൻ. അയൺ, Fe, അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ. ആ ഒരു ഓർഡർ, അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ. അലുമിനിയം നിങ്ങൾക്ക് അത്ര അറിയത്തില്ല, പക്ഷെ അല്ലെങ്കിൽ ആലോചിച്ചോ, ഈ അയൺ എന്നൊക്കെ പറയുന്നത് കാന്തം കൊണ്ടിരുന്ന സ്ട്രോങ് ആയിട്ട് അങ്ങ് അട്രാക്ട് ചെയ്യും, ശരിയല്ലേ? ഇരുമ്പ് പൊടിയൊക്കെ നമ്മൾ കാന്തം കൊണ്ട് വലിച്ചെടുത്ത്. പക്ഷെ അലുമിനിയം ഒന്നും അത്രയും ഒരു അട്രാക്ഷൻ ഇല്ല. എന്നാൽ അട്രാക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്റ്റീൽ ഒരു പതുക്കെ ഒരു ചെറിയൊരു അട്രാക്ഷൻ കാണിക്കും, ചെറുതായിട്ടൊരു മുട്ടിയില്ലെന്ന് പറഞ്ഞൊരു തോന്നൽ പോലെയാണ്. സോ അലുമിനിയം, ക്രോമിയം, ഓക്സിജൻ, കാൽസ്യം. ദെൻ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ ഇറ്റ് മൂവ്സ് ഫ്രം എ വീക്ക് ടു സ്ട്രോങ് ഫീൽഡ്. വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് തന്നെ മൂവ് ചെയ്യും. പിന്നെ നമ്മൾ പറയണേ ഇവിടെ നാലാമത്തെ പോയിന്റ്,
ഹൈലി കോൺസെൻട്രേറ്റഡ് വിത്തിൻ ദ മെറ്റീരിയൽ അല്ലേ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുവാണെങ്കിൽ ഫോഴ്സ് ലൈൻസ് എല്ലാം തന്നെ ഇതിനകത്തോടെ കയറിപ്പോകും, പക്ഷെ ഇവിടെ കുറച്ചെണ്ണേ കയറിപ്പോളൂ. സോ സ്ലൈറ്റ്ലി കോൺസെൻട്രേറ്റ് ദ ഫീൽഡ് ലൈൻസ് slightly concentrate. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. സ്ലൈറ്റ്ലി കോൺസെൻട്രേറ്റ് വിത്തിൻ ദ മെറ്റീരിയൽ. പിന്നെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ദെൻ 6th പോയിന്റ് ഇവിടെ പ്രത്യേകിച്ച് പാരാമാഗ്നറ്റിന് വേണം ഇത് തന്നെ പറയാം. ഏത് ക്യൂരി ടെമ്പറേച്ചർ അല്ലെ ക്യൂരി ലോ അനുസരിച്ച് ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ടെമ്പറേച്ചർ കൂട്ടി അതിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ശേഷം ആകുമ്പോൾ അത് പാരാമാഗ്നറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്യൂരി ടെമ്പറേച്ചർ ഓർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതിനിങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇനി അത് ചോദിച്ചാൽ ഇങ്ങനെ ഓർത്തേക്കണം. ഇവിടെ ഇപ്പം ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഫെറോ മെറ്റീരിയൽ, ഇത് പാരാ മെറ്റീരിയൽ ആയിരിക്കും. അതായത് ആ ടെമ്പറേച്ചറിന് മുകളിലോട്ട് ഇത് ടെമ്പറേച്ചർ എക്സ് ആക്സിസ് വരയ്ക്കുവാണ്, ശരിയല്ലേ? സോ എ ഫെറോ ടു പാരാ ട്രാൻസിഷൻ ഈസ് ദയർ. ദ ടെമ്പറേച്ചർ above which certain material lost their permanent magnetic property and that temperature is called Curie temperature. അതായത് നല്ല മാഗ്നറ്റ് ആയിരുന്നു, അത് ഫെറോ ആയിരുന്നു, സ്ട്രോങ് മാഗ്നറ്റ് ആയിരുന്നു, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോയി. അതിനെയാണ് ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഇതിനെ നമ്മളൊരു സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ. ഇറ്റ് ഓൾസോ ബി കം അലൈൻ ടു റെസ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. It also align in the direction of field. Then the third one, diamagnetic material. മൊത്തം തല തിരിയും എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇത് ഫീബ്ലി മാഗ്നറ്റൈസ്ഡ് ആട്ടോ. വേണമെങ്കിൽ നമുക്കപ്പം ആ മുഴുവൻ തലതിരിഞ്ഞെന്നുള്ളത് വേണമെങ്കിൽ കുറച്ച് മാറ്റി വരയ്ക്കാം. മുഴുവൻ തലതിരിഞ്ഞതല്ല, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഫീബ്ലി എന്ന് പറയുമ്പോൾ എല്ലാം തലതിരിഞ്ഞ് തന്നെ, എന്നാൽ കൃത്യ സ്ട്രോങ് ആയിട്ട് എല്ലാം ഒന്നും അലൈൻ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ കിടക്കും. പക്ഷെ ഓപ്പോസിറ്റ് ആണ് ഫീബ്ലി ആണ്. വേണേൽ 2 പോയിന്റും കൂടെ അങ്ങ് ഓർത്ത് തരും, അപ്പോൾ കുഴപ്പമില്ല. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ്ലി aligned or feebly magnetized in the opposite direction of the field. So the first point, കൈ എങ്ങനെയായിരിക്കും? അത് തല തിരിഞ്ഞു വരുമല്ലേ ഇത്. അപ്പം കൈ എന്ന് പറയുന്നത് ഫീബിലി ആണ്. അപ്പം കൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, സ്മോളും ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് മ്യൂ, പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയല്ല, ബട്ട് ഇറ്റ് ഇസ് ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ കുറവായിരിക്കും. തേർഡ് വൺ, എക്സാമ്പിൾസ്. ഇതിനകത്ത് കുറച്ചേറെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഗോൾഡ്, മാഗ്നറ്റ് കൊടുത്താലൊന്നും ഒന്നും പറ്റി ഓപ്പോസിറ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്നില്ല, മെറ്റീരിയലിൽ നിന്നും മാഗ്നറ്റൈസേഷൻ കിട്ടില്ല ആക്ച്വലി. ഗോൾഡ്, സിൽവർ, സിങ്ക്, ബിസ്മത്ത്, Hg, H2O. These are the main examples of the diamagnetic material. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിനകത്തോടെ ലൈൻസ് കയറി പോയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഫിഗർ ആയിട്ട് ഇവിടെ നോക്കാം. ഇത് ആദ്യത്തെ മെറ്റീരിയൽ ആയിരുന്നു, ഇതാദ്യത്തെ മെറ്റീരിയൽ. ഇവിടെ രണ്ടാമത്തെ മെറ്റീരിയലിൻ്റെ കേസ്, ഇവിടെ മൂന്നാമത്തെ മെറ്റീരിയലിൻ്റെ കേസ്. ഇതെന്നാ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കുന്ന ഫീൽഡ് ഈ കേസിലാണെങ്കിൽ എല്ലാം ഇതിനകത്തോടെ ഒത്തിരി എണ്ണം കയറിപ്പോകുന്നത്, ഹൈലി കോൺസെൻട്രേറ്റഡ്. അതാണ് ആ സെൻറ്റൻസ് ഞാനൊന്ന് പിക്ചർ സ്റ്റോറി ചെയ്തെന്നുള്ളൂ, നമുക്ക് പഠിക്കാൻ എളുപ്പം. ഇതെങ്ങനെയാണ്? കുറച്ചെണ്ണം കയറിപ്പോകും, 1, 2, 3 എണ്ണം കയറിപ്പോകും.
ബട്ട് ഇൻ ദിസ് കേസ് ഇവൻ എല്ലാത്തിനെയും റിപ്പൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. ഇതിനെ പുറത്തോടെ ഇറക്കി വിടും, റിപ്പൽ ചെയ്യും. ഇതിനാണ് ശരിക്കും മീസ്നർ എഫക്റ്റ് എന്നൊക്കെ പറയും. സൂപ്പർ കണ്ടക്ടർ, സൂപ്പർ കണ്ടക്റ്റീവ് നേച്ചറാണ്. സൂപ്പർ കണ്ടക്ടറിന്റെ ഒരു പ്രത്യേകതയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഒരു മെറ്റീരിയലിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അല്ലെ ഫോഴ്സ് ലൈൻസിനെ റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ the force lines expelled from the material. Very important point. Expelled, expelled, expelled from the material. നല്ല പോയിന്റ് ആണ്. സൂപ്പർ കണ്ടക്ടർ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണത്. ആക്ച്വലി ദിസ് കോൾഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ ഓഫ് എ സൂപ്പർ കണ്ടക്റ്റീവ് അല്ലെ സൂപ്പർ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽക്ക് ഈ പ്രോപ്പർട്ടി വേണം. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടർ, അതിനുള്ള ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ആണത്. പിന്നെ ഫിഫ്ത്ത് പോയിന്റ്, ഇതിന് അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ ട്രാൻസിഷൻ ടെമ്പറേച്ചറോ ഒന്നുമില്ല. സോ ദർ ഈസ് നോ ഇൻഡിപെൻഡന്റ് ടു ടെമ്പറേച്ചർ. Independent to temperature. The last point, when it is diamagnetic material is suspended in a magnetic field, it comes to rest in the direction perpendicular to the field. Perpendicular to the direction of field. ഒരു വള്ളിയിൽ അല്ലെങ്കിൽ ഒരു സാധനത്തിൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫീൽഡ് കൊടുത്താൽ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുന്നത്. നോക്കിയേ, ഈ ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്തു വെച്ചു. എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. 3 മെറ്റീരിയൽ അതെങ്ങനെ ബന്ധിപ്പെട്ടിരിക്കുന്നു ഫിഗർ സഹിതം, ഫീബിലി, സ്ട്രോങ്ലി, ഓപ്പോസിറ്റ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കവിടെ ഷെയർ ചെയ്യണം. അതിനെക്കുറിച്ചുള്ള എല്ലാ കൃത്യമായ ധാരണകളും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടോ? ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മളുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് അവർ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിലേക്ക് എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ എന്നാ പറ്റും? ഇതിനകത്തെ ഡൈപോളുകളെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? അത് ഫെറോ ആണെങ്കിൽ പൂർണ്ണമായിട്ട് അലൈൻ ചെയ്യും, പാര ആണെങ്കിൽ കുറച്ചെണ്ണം അലൈൻ ചെയ്യും, ഡയ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് അലൈൻ ചെയ്യും. അതിന് ഗ്രാഫിക്കലായിട്ട് വി ആർ റെപ്രസെൻറ്റഡ് the graphical representation, and that is called actually the hysteresis loop. For the graphical representation, the x and y is the applied magnetic field and m. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ ഈ മാഗ്നറ്റൈസേഷൻ നടക്കുന്നത്. അപ്പം എം ആണ് മാഗ്നറ്റൈസേഷൻ. ചില ഗ്രാഫുകളിൽ ബിയും കാണാറുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ എന്നുള്ള എൻ്റെ കേസ് വാച്ച്. അപ്പം എം ഓർ ബി, എം എന്തൊരു ടൈപ്പ്, എം ഓർ ബി ആണ് വൈ ആക്സിസ്. ഇനി ഞാൻ പറയുവാണ്, ഫീൽഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഈ മാഗ്നറ്റ് പതുക്കെ ഓരോ ഡൈപോളുകൾ അങ്ങ് അലൈൻ ചെയ്യാൻ തുടങ്ങി പതുക്കെ അങ്ങ് അലൈൻ ചെയ്ത് കൂടി ഒരു പർട്ടിക്കുലർ വാല്യൂ വന്നപ്പം എല്ലാം അങ്ങ് അലൈൻ ചെയ്തു. അത് മീൻസ് എല്ലാ ഡൈപോളുകളും അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാഫ് മുകളിലോട്ട് കൂടേണ്ട കാര്യമുണ്ടോ? ഇല്ല, ബിക്കോസ് ഡൈപോളുകളെല്ലാം തീർന്നു പോയി. ആൻഡ് ദാറ്റ് ഈസ് എം എസ്, സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷൻ. പിന്നെ നമുക്ക് അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഇടത്തോട്ട് കുറച്ച് കൊണ്ടുവന്നപ്പം മാഗ്നറ്റിക് ഫീൽഡ്
ഒരു പർട്ടിക്കുലർ വാല്യൂ വന്നപ്പോഴത്തേന് 0 ആയി, മാഗ്നറ്റിക് ഫീൽഡ് 0 ആയി. എന്നാൽ ആ മെറ്റീരിയൽ അപ്പോഴും കുറച്ച് മാഗ്നറ്റൈസേഷൻ അല്ലെ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് റിറ്റൻറ്റിവിറ്റി. ദ റിമൈനിങ് മാഗ്നറ്റൈസേഷൻ അവർ. പിന്നെ എങ്ങനെയാണ് കുറേ റിവേഴ്സ് ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോഴാണ് അതൊരു പോയിന്റ് വന്നപ്പം 0 ആയത്. അതിനെ വിളിക്കുന്ന പേരാണ് കൊയേഴ്സിവിറ്റി. പിന്നെ നമ്മൾ ആ ഫീൽഡ് കുറയ്ക്കുകയാണെങ്കിൽ എല്ലാ ഡൈപോളുകളും ഈ പറഞ്ഞ പോലെ തല തിരിഞ്ഞ് അലൈൻ ചെയ്യും. വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അത് പഴയ പാത്തിലൂടെ അല്ല പോകുന്നത്, പുതിയ ഒരു പാത്തിലൂടെ പോയി അത് അതിൻ്റെ മാഗ്നറ്റിക് പോസിറ്റീവ് സാച്ചുറേഷൻ. അപ്പം ഇതായിരുന്നു അതിൻ്റെ പാത്ത്. ഇതിലേ പോയി ഇതിലേ ഇറങ്ങി ഇതിലേ തിരിച്ചു വന്ന് ഇതിലെ വേറൊരു പാത്തിലൂടെ തിരിച്ച് പോസിറ്റീവ് എം എസ്, ഇത് മൈനസ് എം എസ് എന്ന് പറയാം, നെഗറ്റീവിലെ സാച്ചുറേഷൻ. സോ ദിസ് ഈസ് ദ റിറ്റൻറ്റിവിറ്റി. ആ രണ്ട് പോയിന്റുകൾ ശ്രദ്ധിക്കണം. ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് റിറ്റൻറ്റിവിറ്റി. ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് കൊയേഴ്സിവിറ്റി. ദിസ് ഈസ് കൊയേഴ്സിവിറ്റി. റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം എന്നായിരിക്കും? റിമൈനിങ് മാഗ്നറ്റൈസേഷൻ അല്ലേ? ദ റിമൈനിങ് മാഗ്നറ്റൈസേഷൻ എം, റിമൈനിങ് മാഗ്നറ്റൈസേഷൻ അറ്റ് ഫീൽഡ് 0-യിലെത്തി. അറ്റ് ഈ ഫീൽഡ് H ഈക്വൽ ടു 0. ഫീൽഡ് 0 ആക്കിയാലും മിച്ചം നിൽക്കുന്ന മാഗ്നറ്റൈസേഷനെയാണ് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ഇതാ ഇത്രയായിരിക്കും. ഈ ഗ്രാഫിൽ ഇത്രയും വാല്യൂ. അപ്പം ഇങ്ങനെ ഒരു വാല്യൂ ഒരു ഗ്രാഫ് എക്സ് ആക്സിസും വൈ ആക്സിസും കാണിച്ചു കഴിഞ്ഞാൽ റിറ്റൻറ്റിവിറ്റി എത്രയാണെന്നൊക്കെ ഗ്രാഫിൽ നോക്കി എഴുതുന്ന വളരെ സിമ്പിളായിട്ട് ചോദ്യം നമുക്ക് സ്റ്റേറ്റുകാർക്ക് തന്നെയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ എസ് ആണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു വെച്ചാൽ ആ ആക്സോട്ട് ഈ ആക്സോട്ട് മുട്ടുന്ന പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ മുട്ടുന്ന ആ പോയിന്റിലെ വാല്യൂ എത്രയാണ് അത് പെറുക്കി എഴുതണം. അതാണ് റിറ്റൻറ്റിവിറ്റി. ഈ ആക്സിസിന്റെ 0-യിൽ നിന്ന് ഇങ്ങോട്ട് എത്രമാത്രം റിവേഴ്സ് ഫീൽഡ് അപ്ലൈഡ്, ദ റിവേഴ്സ് ഫീൽഡ് അപ്ലൈഡ് ഫോർ മാഗ്നറ്റൈസേഷൻ 0 ആക്കാൻ വേണ്ടി. മാഗ്നറ്റൈസേഷൻ M 0 ആയി ഈ പോയിന്റ് വന്നപ്പോൾ അല്ലേ, ഈ ആക്സിസ് 0 ആയിരുന്നു. അതിന് എത്രമാത്രം റിവേഴ്സ് ഫീൽഡ് അപ്ലൈഡ്, the reverse magnetic field applied for M-നെ 0 ആക്കാൻ. 0 ഫീൽഡ് കൊടുത്തപ്പോൾ അവിടെ M നിൽക്കുക, മാഗ്നറ്റൈസേഷൻ നിൽക്കുകയാണ്. അപ്പം അതിനെ 0 ആക്കാൻ വേണ്ടി നമ്മൾ എത്ര റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണോ അതിനെയാണ് കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാമോ, മാഗ്നറ്റ് 2 തരമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ whenever there is a change of electric current, a magnetic field is developed in that material എന്നൊക്കെ നമ്മൾ പറയും. ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഒരു പുറത്തേക്ക് പോകുന്നത് നോർത്ത് പോൾ ആയിരിക്കും, അകത്തേക്ക് വരുന്നത് സൗത്ത് പോൾ ആയിരിക്കും. ഇതിങ്ങനെ ക്ലോസ്ഡ് ലൂപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ആക്ച്വലി ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാത്രം അത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഓർത്തോണം, പെട്ടെന്ന് ഒരു H കൊടുത്താൽ, ചെറിയൊരു H കൊടുത്താൽ ലാർജ് M കിട്ടും. പക്ഷേ ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ ഏരിയ കുറവായിരിക്കും. ഹിസ്റ്ററിസിസ് ലൂപ്പ് ചിലപ്പോൾ ഇങ്ങനെ 2 ഗ്രാഫ് എന്ന് വെച്ചാൽ അവർ തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാം. ഹിസ്റ്ററിസിസ് ലൂപ്പ് ഹാസ് ലോ ഏരിയ ബട്ട് സ്മോൾ ബി, സ്മോൾ എച്ച്, ചെറിയ എച്ച്, ഇവിടെ ചെറിയൊരു വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ ഇറ്റ് പ്രൊഡ്യൂസ് ലാർജ് മാഗ്നറ്റൈസേഷൻ ഓർ ബി. അപ്പം അതിൻ്റെ ഗ്രാഫ് എങ്ങനെയിരിക്കും? അതിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ ഒരു മെലിഞ്ഞ ഗ്രാഫ് ആയിരിക്കും അല്ലേ? ചെറിയ ഫീൽഡ് കൊടുക്കുമ്പം തന്നെ ഹൈ ആയിട്ട് കയറിപ്പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും.
ചെറിയൊരു ഫീൽഡ് കൊടുക്കുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് മാഗ്നറ്റായി മാറി, പെട്ടെന്ന് സാച്ചുറേഷനിലെത്തി, പെട്ടെന്ന് തിരിച്ച് വേറൊരു ഭാഗത്തിലോട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു മെലിഞ്ഞ ഗ്രാഫാണ് ഏതിൻ്റെ? ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ. പക്ഷെ ഒരു സ്ട്രോങ് മാഗ്നറ്റ് ആണെങ്കിൽ തിരിച്ചു മറ്റ് 2 പോയിന്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയിന്റ് പറഞ്ഞാൽ സ്ട്രോങ് മാഗ്നറ്റ് ആണ് എന്നാ പറ്റും? ഹിസ്റ്ററിസ് ലൂപ്പ് ഹാസ് ലാർജ് ഏരിയ, അപ്പൊ എന്നാ പറ്റുന്ന ചോദിച്ചാൽ ഈ ഗ്രാഫിന് നല്ല വണ്ണം കൂടിയ പോലെ ഇരിക്കും. റിറ്റൻറ്റിവിറ്റിയും കൊയേഴ്സിവിറ്റിയും കൂടെ മാറിയിട്ട് ആ ഗ്രാഫിന്റെ ഷേപ്പ് വളരെ ഓർത്ത് വേണം, ശ്രദ്ധിച്ചോണം, തിരിച്ചൊന്നും കളഞ്ഞേക്കില്ല. ആക്ച്വലി ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ഇങ്ങനെ ഏരിയ കൂടി ഇങ്ങനെ വന്ന് പോകും. കണ്ടോ? ഇവിടെ സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷൻ വെരി ഹൈ ആ, ഇവിടെ ഇത് കുറവാണ്. എം എസ് കുറവാണ്, ഇവിടെ എം എസ് നല്ല കൂടുതലാണ്. ഇതാണ് പെർമനന്റ് മാഗ്നറ്റ്. So based upon the magnet and hysteresis loop, materials are classified into electromagnetic and strong magnet. In the case of electromagnet, a strong field produce ഇതുണ്ട്, സ്മോൾ ഫീൽഡ് കൊടുത്താൽ ഒരു ചെറിയ ഫീൽഡ് കൊടുക്കുമ്പോൾ ഇവിടെ ലാർജ് എച്ച് അല്ലെങ്കിൽ ലാർജ് എം അല്ലെ ബി കിട്ടി. ഇവിടെ ഉണ്ടോ വലിയ ഏകദേശമൊക്കെ അനുവാദീയമാണ്. ഏരിയ ഓഫ് ദ hysteresis loop is very high in the case of strong magnet or permanent magnet. Strong magnet അല്ല, permanent magnet. ഇത് കണ്ട്, ഇത് ഇങ്ങോട്ട് കൂടും, ഇതും ഇങ്ങോട്ട് കൂടും. അതായത് 2 വാല്യൂം ഹൈ ആയിരിക്കും. ഹൈ റിറ്റൻറ്റിവിറ്റി, ഹൈ കൊയേഴ്സിവിറ്റി. ഇനി ആകെ ചോദിക്കാൻ പറ്റുന്നത് ഇലക്ട്രോ മാഗ്നറ്റിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സോഫ്റ്റ് അയണാണ്. നമ്മൾ ഓർക്കുന്നില്ല, ഒരു സോളിനോയിഡിൻ്റെ അകത്തൊക്കെ സോഫ്റ്റ് അയൺ വെക്കണം എന്ന് പറയല്ലേ. ഒരു പച്ചിരുമ്പ് വെച്ചിട്ട് കറണ്ട് കടത്തി വിടുമ്പോൾ കൂടുതൽ മാഗ്നറ്റൈസേഷൻ കിട്ടും. So here we are concluding our chapter. Our chapter is over now.